നാടും നഗരവും ഓണലഹരിയിൽ. നാളെ ഉത്രാടം. സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് തുടക്കം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ വൻ പ്രതിഷേധം. റെയിൽവേ ഡിവിഷൻ ഓഫീസ് ഡിവൈഎഫ്ഐ ഉപരോധിച്ചു. സംഘർഷത്തിനിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കൊല്ലത്ത് ഭാര്യയുടെ സ്വകാര്യ ദൃശ്യം വിറ്റ കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. പ്രതിയെ പിടികൂടിയത് കൊട്ടിയം പോലീസ്. യുവാവിനെതിരെ പോക്സോ കേസ് അടക്കം കുറ്റങ്ങൾ. ചോരക്കളമായി റോഡുകൾ. കണ്ണൂർ പിലാത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് 2 മരണം. കല്യാശ്ശേരി കീച്ചേരിക്കുന്നിൽ സ്വകാര്യ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. തിരുവനന്തപുരം പുത്തൻതോപ്പിൽ ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കിയിലെ ഡാമുകളിലെ ജലനിരപ്പ് കൂടി. പുഴകളിലെ നീരൊഴുക്കിൽ വർധനവ്. തമിഴകത്ത് വൻ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് വിജയ് സർക്കാർ. 2.5 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് വർഷത്തിൽ 3 സൗജന്യ LPG സിലിണ്ടറുകൾ. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് ഇനി സൗജന്യ ബസ് യാത്ര. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര കൂടുതൽ സർവീസുകളിലേക്ക്. വീണ്ടും സമരമുഖത്തേക്ക് CJP. തുടർ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ. കടുത്ത സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ച് ഇറാനെ വരിഞ്ഞുമുറുക്കാൻ അമേരിക്ക. ഇറാന്റെ എല്ലാ സാമ്പത്തിക വഴികളും അടയ്ക്കുമെന്ന് പ്രഖ്യാപനം. ഹോർമുസിൽ ടോൾ പിരിക്കാനുള്ള കരട് നിയമത്തിന് അംഗീകാരം നൽകി ഇറാൻ. സമാധാന ചർച്ചകൾക്കായി പാക് സൈനിക മേധാവി അസിം മുനീർ.